വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മാവൂർ പാടശേഖരത്തിൽ വെള്ളം കയറി ഏക്കർ കണക്കിന് നെൽകൃഷി നശിച്ചു. ഊർക്കടവ് റെഗുലേറ്ററിന്റെ ഷട്ടർ കൃത്യസമയത്ത് തുറക്കാത്തതാണ് നെൽകൃഷി നശിക്കാൻ കാരണമെന്ന് കർഷകർ. ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് വിവരം കർഷകരെ അറിയിക്കാത്തതാണ് നെൽകൃഷി നശിക്കാൻ കാരണമെന്ന ആരോപണം ഉയരുന്നുണ്ട്. മാവൂർ പാടശേഖരത്തിലാണ് ഏക്കർ കണക്കിന് നെൽകൃഷി നശിച്ചത്. ഊർക്കടവ് റെഗുലേറ്ററിന്റെ ഷട്ടർ കൃത്യസമയത്ത് തുറക്കാത്തതാണ് മാവൂർ പാടശേഖരത്തിലെ നെൽകൃഷി നശിക്കാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. മുൻകാലങ്ങളിൽ ഇതുപോലെ വെള്ളം കയറുന്ന സമയങ്ങളിൽ കർഷകരുടെ വാഴകൃഷിയും നെൽകൃഷിയും നശിക്കുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗ തീരുമാനത്തിലാണ് ഷട്ടർ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും പ്രദേശത്തെ കർഷകരെ അറിയിക്കുമെന്ന വ്യവസ്ഥയുണ്ടായത്. ഇതിനായി വാട്സപ്പ് ഗ്രൂപ്പും നിലവിലുണ്ട്. നേരത്തെ ഈ വിഷയങ്ങളുണ്ടായിട്ട് കോഴിക്കോട് കളക്ടറും ഞങ്ങളെല്ലാവരും കൂടി വിളിച്ച് കൂട്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. അതിനൊരു വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട്. അന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഞങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു നിലവിലുള്ള ഒരു റെഗുലേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മാവൂർപാടം കർഷകരെ അറിയിക്കണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. അന്നും ഇപ്രാവശ്യം അതൊന്നും ചെയ്യാതെ അവർക്ക് സ്വന്തം ഇഷ്ടത്തിന് ഓപ്പറേറ്റ് ചെയ്താണ് ഈ വിഷയങ്ങൾ വരാൻ കാരണം. പല പ്രാവശ്യം എയിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, വെള്ളം കയറുന്നുണ്ട്. അത് നമ്മൾ പറയാന്നല്ലാതെ അനുസരിക്കുന്ന ആ മനോഭാവം അവരടുത്ത് എത്തിയില്ല. മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥർ വിവരങ്ങൾ കർഷകർക്ക് കൈമാറാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. മാവൂർ പാടശേഖരങ്ങളിലെ നെൽകൃഷി നശിക്കാൻ ഇത് പ്രധാന കാരണമാണെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. അടിയന്തരമായി ഒരു VCB ഇവിടെ സ്ഥാപിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. എന്നാൽ വർഷങ്ങളായി ഉന്നയിക്കുന്ന ഈ ആവശ്യം നാളിതുവരെയായും നടപ്പായിട്ടില്ലെന്ന് കർഷകർ കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.